വിഷയം എൻ്റെ കാസറ്റ്, ഡോക്ടർ ഡ്രേക്ക്, സുനിൽ ഓജി, അൻവിൻ. അപ്പോൾ ഈ ഒരു ലൂപ്പ് കുറച്ചായി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം, ഹക്കീമാണെങ്കിലും അനന്തു ആണെങ്കിലും ഡ്രേക്ക് ആണെങ്കിലും എൻ്റെ കാസറ്റ് ആണെങ്കിലും ഇവർ ഈ പറഞ്ഞ അലിഗേഷൻസ് ഓരോ വ്യക്തികളെക്കുറിച്ച് കൊണ്ടുവരുന്നത് ഒന്നില്ലെങ്കിൽ ഇവർക്കൊരു ഹിയർസേ പോലെ ആരെങ്കിലും വിത്ത് പ്രൂഫ് കാര്യങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ്. അതിൽ ഇവരുടെ ഓപ്ഷനാണ് ഇവർക്ക് കേസിന് പോകണോ അതോ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നത് പൊട്ടിക്കണോ എന്നുള്ളത്. കേസിന് പോകാനാണെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സേഫാണ്. ഓക്കെ, ഏതൊരാളും ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഹിയർസേ പോലെ ഒരാളൊരു ഭയങ്കര വലിയ ഫ്രോഡ് പരിപാടി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാനത് എൻ്റെതായ രീതിയിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി നിയമപരമായിട്ട് എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ചില കേസുകളിൽ റെയറസ്റ്റ് കേസുകളിൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചതിന് ശേഷം കൊണ്ടുപോയിട്ട് കേസും കാര്യങ്ങളും ആക്കാനുള്ള പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. സോ ഹക്കീമിനോടാണെങ്കിലും അനന്തുവിനോടാണെങ്കിലും എന്താ പറയുക, ഈ ഒരു റിയാക്ഷൻ സെഗ്മെൻറ്റ് ഓഫ് സീരീസ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ കോംപ്ലിക്കേഷൻസ് പലതും ഫേസ് ചെയ്യേണ്ടി വരും. ഞാനിത് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ്. കുറേ വട്ടം നമുക്കിങ്ങനെ ലോക്ക് വീണ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ട്രാക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അത്ര ഈസി ആവില്ല. ഓക്കെ, എന്നാലും റിസ്ക് എടുത്ത് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു തരം നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന റീച്ച് ഉണ്ട്. അതൊക്കെ തുറന്ന് പറയാനും പറ്റും. അപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ട് തന്നെ അരി മേടിക്കാൻ പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്ന ഒരാളുമാണ്. അപ്പം എന്താണെങ്കിലും ഹക്കീമാണെങ്കിലും അനന്തു ആണെങ്കിലും ഈ പറഞ്ഞ ഓജീനെ കുറിച്ച്, സുനിൽ ഓജീനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ എയറിലുള്ള കാര്യമാണ്. പുതിയതായിട്ട് അവർ എടുത്ത് എക്സ്ക്ലൂസീവായിട്ടൊരു ബോംബ്, ഇപ്പോൾ ഓജി പൊട്ടിച്ച പോലൊരു ബോംബ് പൊട്ടിച്ചു എന്നൊന്നും അങ്ങനത്തെ ക്ലെയിം ചെയ്യാനായിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് കമ്മിങ് ഡേയ്സിൽ പുതിയ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഫൈൻ. എന്താണെങ്കിലും ഇതുവരെ അവർ പറഞ്ഞു വെച്ചത്, ഹക്കീം പറഞ്ഞു വെച്ചത്, എൻ്റെ കാസറ്റ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കുറച്ചധികം കാലങ്ങളായിട്ട് സിനിമാ ഫീൽഡിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഇവിടുത്തെ ന്യൂസ് ചാനലിലുള്ള റിപ്പോർട്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ള കുറച്ചധികം ഇൻഫർമേഷൻസിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐറ്റമാണ്. എന്തുകൊണ്ട് സുനിൽ ഓജി ഇത്രയും കാലം ഇപ്പോൾ ഒരു ഹക്കീമിനെതിരെ ഒരു പേപ്പറും പൊക്കിപ്പിടിച്ച് വന്നു ഏട്ടായി കളിച്ചിട്ട്? എന്തുകൊണ്ടാണ് സുനിൽ ഓജിക്കെതിരെ പറഞ്ഞ് ഇഷ്ടംപോലെ ആളുകൾ, മരട് അനീഷ് മുതൽ ബൈജു കൊട്ടാരക്കര, അങ്ങനെ ഒരുപാട് പേര് വീഡിയോസിലൂടെ പബ്ലിക്കായിട്ട് പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് സുനിൽ ഓജിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഓജി അവർക്കെതിരെ ഒന്നും ഒരു പേപ്പറും പൊക്കി പിടിച്ച് ഒരു ഏട്ടായും കളിച്ച് വന്നിട്ടില്ല. ഇതിപ്പോൾ എന്താ അറിയോ, ഒരു കൈൻഡ് ഓഫ് ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഓജി ഇതിൽ നടത്തിയിട്ടുള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ തുടക്കം വരുന്നത് തന്നെ ഹക്കീമിൻ്റെ എൻ്റെ കാസറ്റിൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. കൊച്ചിയിലെ മദ്യവും ലഹരിയും വിളമ്പുന്ന നമ്പർ 8 ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്ത് തുടർന്ന് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട സൈജു തങ്കച്ചന്റെ ചേസിങ്ങിലൂടെ ആക്സിഡന്റായി മരണപ്പെട്ട മോഡൽസുകൾ ആരും മറന്നിട്ടുണ്ടാവില്ല. മദ്യവും ലഹരിയും വിളമ്പുന്ന ലൈംഗിക ചേഷ്ടകളെ വിൽപ്പന ചെയ്യുന്ന നമ്പർ 8 ഹോട്ടലിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു പറഞ്ഞത് അന്ന ജോൺസൺ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറാണ്. നവംബർ 1-ന് 2 കുട്ടികൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ 21 എന്താണ് അവിടെ സംഭവിച്ചത്? ഇതുവരെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ വരും. ഇതെല്ലാം തുറന്നു കാട്ടും. അന്ന് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. നിങ്ങൾ പേടിക്കുക തന്നെ വേണം. നിർണായകമായ പല സത്യങ്ങളും അന്ന ജോൺസൺ പറയുന്നുണ്ട്. ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന അഞ്ജലി റീമാദേവാണ് അന്ന ജോൺസണെയും പെടുത്തിയത്. അഞ്ജലി റീമാദേവിനെ പോലെയുള്ളവരെ വളർത്തുന്നതിൽ എടുത്തു പറയേണ്ട പേരാണ് സുനിൽ ഓജി. അഞ്ജലി റീമാദേവ് എന്ന ക്രിമിനലിനെ പോലെ എത്ര പെൺകുട്ടികളുടെ രക്ഷകനാണ് സുനിൽ ഓജി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷകനിൽ നിന്ന് തുടങ്ങി പലതിനും പെൺകുട്ടികളെ യൂസ് ചെയ്യും. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ, ഓജി സുനിൽ. ആദ്യം ഒരു മെൻഡറായി തുടങ്ങും പെൺകുട്ടികളുടെ ജീവിതത്തിൽ. സുനിൽ ഓജി ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടും. പിന്നീട് ഓജി സ്കാന്താരി എന്ന തന്റെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തും. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. ഓജിക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗേൾസിനെ മാത്രമേ അവിടെ വേണം. ഭയങ്കര ലീൻ ആയിട്ട് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഗേൾസിനെയാണ് ഓജി ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ നല്ല ഈസി ആണെന്നാണ് പുള്ളി പറയാം. മാനിപ്പുലേഷൻ ആണ് മെയിൻലി ഈ സമയങ്ങളിൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം തയ്യാറായി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പൈസയ്ക്ക് വേണ്ടിയും ആർഭാടത്തിന് വേണ്ടിയും സ്വയം സുനിലോജിയെ തേടിയെത്തുന്നതിന് പുറമെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് സുനിലോജി സ്ത്രീകളെ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് സുനിലോജിയുടെ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന കരോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ് സുനിലോജിയുടെ പല ആക്ടിവിറ്റീസിലുമുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സുനിലോജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കരോളാണ്.
അതായത് OG എന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയാസ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. സോ ഏതെങ്കിലും ഇപ്പൊ ഒരു പാർട്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ OGക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കാരലായിട്ടും പോയിട്ട് മിണ്ടി ഇൻസ്റ്റഗ്രാം ഒക്കെ തപ്പി OGനെ പരിചയപ്പെടുത്തി കൊടുക്കുക. കരോളാണ് സുനിലോജിക്ക് വേണ്ടി പല പെൺകുട്ടികളെ മെസ്സേജ് അയച്ച് സുനിലോജിയുടെ അടുത്തോട്ട് എത്തിക്കുന്നത്. പിന്നീട് ഇവരെ ഡ്രഗ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. സുനിലോജിയുടെ പ്രവർത്തികൾ പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദമോ എടുത്താനോ ആളില്ല. ഓക്കെ, ഇതാണ് ഹക്കീം ഇട്ട് എൻ്റെ കാസറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ OGയുടെ. ഈ വീഡിയോനകത്ത് ഇപ്പോൾ OG റിയാക്ട് ചെയ്യാൻ OG പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ OGയുടെ പേഴ്സണൽ സ്റ്റാഫിനെ പറഞ്ഞു, കരോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയെ പറഞ്ഞു, അവളുടെ ഫോട്ടോ കാണിച്ചു, അവരെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ വീഡിയോയിൽ വന്ന് പറഞ്ഞു. ഓക്കെ, അതായത് OGക്ക് വേണ്ടി സ്ത്രീകളെ ഇതേപോലെ സെറ്റപ്പാക്കി കൊടുക്കുന്നത് അവരാണ് എന്നുള്ളൊരു ക്ലെയിം ഇതിനകത്ത് ഹക്കീം നടത്തി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇവിടെ നിയമം പ്രോപ്പറായിട്ടുണ്ട്. ചുമ്മാ വന്നിരുന്ന ഒരു ഹിയർസേ പോലെ അത് ഒരു ലേഡിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അത് വള്ളി കുടുങ്ങും. അത് നിയമപരമായിട്ടുള്ള വള്ളി ആക്കാമെന്ന് അറിയുന്ന ഒരു വ്യക്തി തന്നെ. കാരണം ഈ നാട്ടിൽ ഇത്രയും കൊണ്ടും കൊടുത്തും നടന്ന ഒരാളാണ് സുനിലോജി. സുനിലോജിക്ക് അറിയാം തനിക്കെതിരെ വരുന്ന അമ്പുകളും ശരങ്ങളും എടുത്ത് തിരിച്ച് റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കുന്ന അവസ്ഥയൊക്കെയാണ് സുനിലോജി പോകുക എന്നുള്ളത് സുനിലിനെ അറിയുന്നതുകൊണ്ട് എവിടെയെങ്കിലും സുനിലിനെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് പൊട്ടിക്കണം. അതിനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അടിക്കാനാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഈ പറഞ്ഞ സൊസൈറ്റിക്കകത്ത് സുനിലിൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ളത് സുനിലോജിക്ക് അറിയുന്നതുകൊണ്ട് സുനിലിന് കിട്ടിയൊരു പിടിവള്ളിയായിരുന്നു ഹക്കീം ഇട്ട വീഡിയോനകത്ത് കരോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം, ആ സ്ത്രീയുടെ ഫോട്ടോസ് ഉപയോഗിച്ചത്. ഹക്കീമിനോടാണെങ്കിലും അനന്തുവിനോടാണെങ്കിലും ഞാൻ പലപ്പോഴായിട്ട് പേഴ്സണലിയും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങൾ, അതായത് സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. ഈവൻ ഇഫ് ദേ ഡു ക്രൈം ഓർ ഇഫ് യു നോ ദേ ആർ ഡൂയിങ് ക്രൈം, അവരെ പബ്ലിക്കായിട്ട് കൊടുത്ത് എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ വീഡിയോ ഇട്ടിട്ട് അവരെ കുറിച്ചൊരു ഹിയർസേ അല്ലെങ്കിൽ ഒരു ക്ലെയിം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ഹാർഡ് ടു ഡു. എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ആണുങ്ങളെ കുറിച്ചിട്ട് പേപ്പറിന് വെട്ടിയതായതുകൊണ്ട് നമ്മളെക്കുറിച്ച് എന്തും പറയാം, ആരെക്കുറിച്ച് എന്ത് വേണേൽ അടിച്ചിടാം. ഒരു ഡിഫമേഷൻ കേസിന് മുകളിൽ മാത്രമേ തീരൂ. മറ്റേ സ്ത്രീത്വത്തെ അപമാനിച്ചു അങ്ങനെ 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 പോവും വിഷയങ്ങൾ. ഓക്കെ, അത് കുറച്ചും കൂടി ഒന്ന് ഇവരെന്താ പറയുക, ഇവർ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്ന് സോർട്ടഡ് ആവും രണ്ടുപേരും. അപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി വരും. ഇപ്പോൾ പോണ സ്പീഡ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മെല്ലെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്നാൽ സൊസൈറ്റിയിൽ പൊളിയേണ്ട മുഖങ്ങൾ കുറച്ചുണ്ട്. ആ മുഖങ്ങൾ പൊളിക്കുക എന്നുള്ള പരിപാടി രസമാണ്, നമുക്കും ഫണ്ണാണ്, സൊസൈറ്റിക്കും ബെനിഫിറ്റ് ആവും, നമുക്കും സെൽഫായിട്ട് ഒരു ബെനിഫിറ്റുള്ള പരിപാടിയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ഇതിനകത്ത് ഹക്കീം ഈ ഒരു വള്ളി അവിടെ വെച്ചിട്ടാണ് പോയത്. അത് OGയുടെ തലയിലായിട്ട് പൊങ്ങി വരാൻ ഞാൻ ചാൻസ് കാണുന്നില്ല. OGക്ക് വേണ്ടി ആരോ കൃത്യമായിട്ട് അത് പണിയെടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്താണെങ്കിലും ഇവൻ ഇനി ഫേർദറായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ ഈ ലേഡിയുടെ വിഷയം പറഞ്ഞിട്ട് വേണമെങ്കിൽ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവനെ കയറി ബോംബും മറ്റേ മിസൈലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ OG തിരിച്ച് റിപ്ലൈ ആയിട്ട് ഇടുന്നു. ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് OG വരുന്നു. സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി അന്വേഷിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ ഒന്നുമില്ല, 1-2 പേര് എന്നെ പറ്റി അന്വേഷിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിലും പൊളിറ്റീഷ്യൻസിനേക്കാളും കൂടുതൽ ഓപ്പൺ ലൈഫാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ വേണമെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചോട്ടാ, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രോബ്ലം ഇല്ല, എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചോ. പിന്നെ ഞാൻ നാളെ ഉച്ചയ്ക്ക് ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്, കൂടെ ഒരു മിസൈലും ഇടുന്നുണ്ട്. തടുക്കാന്നുണ്ടെങ്കിൽ തടുത്തോ, സ്റ്റേ ട്യൂൺഡ് എന്നല്ലേ പറയണേ? എന്താണ് നിങ്ങൾ എല്ലാവരും പറയണത്? സ്റ്റേ ട്യൂൺഡ് ട്യൂൺ ചെയ്തോ കേട്ടോ. നാളെ ഉച്ചയ്ക്ക് അതൊരു സംഭവമായിരിക്കും. ആദിയോസ് അമീഗോസ് സംഭവമാക്കാൻ അരിയോസ് അമീഗോസും പറഞ്ഞു പോയ OG പൊട്ടിച്ചത് ഒരുമാതിരി നനഞ്ഞ വടക്കമായി പോയി എന്നേ പറയാനുള്ളൂ. അതിനപ്പുറം അതിന് വലിയ പൊട്ടലൊന്നും ഇല്ല. ഓക്കെ, ഒരു പോലീസ് പേപ്പറും കയ്യിൽ പൊക്കിപ്പിടിച്ചൊരു FIR-ഉം കൊണ്ടുവന്ന് ജാമ്യമില്ലാ വകുപ്പ്, നോൺ ബെയിലബിൾ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇവിടെ എല്ലാത്തിനും ബെയിൽ കിട്ടും. ആൻറ്റിസിപ്പേറ്ററി ബെയിലും ബെയിലൊക്കെ ആയിട്ട് എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന പരിപാടികൾ തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു ഐറ്റം ഒത്തില്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്നാണെങ്കിൽ നമുക്ക് നോക്കാം, ഒപ്പിക്കാൻ നോക്കിയ പരിപാടികൾ OGൻ്റെ നോക്കാമല്ലോ നമുക്ക്. ആദ്യം തന്നെ ആ ലേഡി വരുന്നു, ആ ലേഡി മീഡിയനെ അഡ്രസ്സ് ചെയ്യുന്നു. ആൻഡ് ബൈ ദ വേ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ഒരു 24/7 സാറ്റലൈറ്റ് ഇവിടുത്തെ ന്യൂസ് ചാനലുകളൊന്നും ഇതെവിടെയും കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി അവരവിടെ വന്നിരുന്നു എന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ 1-2 ചാനലിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു എന്നല്ലാതെ ബാക്കിയുള്ള ചാനലിൻ്റെ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ മഞ്ഞ, നീല, ചുവപ്പ്
എല്ലാ കുയിലുകളും ഉണ്ടായിരുന്നു. പിന്നെ എന്നെപ്പോലുള്ള ചാനലുകളിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അതിലും ലൈക്ക് എന്താ പറയുക, പെയ്ഡായിട്ട് കുറേ പേര് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ മീഡിയാസ് പെയ്ഡായിട്ട് പോകും. അവർ പൈസ വാങ്ങുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയില്ല. അവരുടെ പണി അതാണ്. സുനിലോജി പൈസ കൊടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർ പൈസ വാങ്ങി തന്നെ സുനിലോജിൻ്റെ വീഡിയോസ് എന്ത് ചെയ്യും, പുറത്ത് സർക്കുലേറ്റ് ചെയ്യും. അവരുടെ പണി അതാണ്, മീഡിയാസിൻ്റെ പണി അതാണ്. അപ്പോൾ പിന്നെ പൈസ വാങ്ങി മീഡിയാസ് പോയി എന്നുള്ളൊരു ക്ലെയിം വേണ്ട. അവർ പൈസ മേടിച്ചിട്ട് തന്നെ പോകുള്ളൂ. അല്ലാതെ ഓസിന് ചെയ്യാൻ വേണ്ടിയിട്ട് സുനിലോജിൻ്റെ മാമൻ്റെ മക്കളൊന്നുമില്ലല്ലോ മീഡിയ ക്യാമറ എടുത്ത് തൂക്കി നടക്കുന്ന ആളുകൾ. അവരുടെ എഫേർട്ടിന് അവർ പൈസ വാങ്ങും. അപ്പോൾ അവർ മാക്സിമം ചെയ്യുമോ, കൊടുക്കാൻ റെഡിയാണോ, എൻ്റെ കയ്യിലുണ്ടോ കൊടുത്തു. അത് ആ രീതിക്ക് കണ്ടാൽ മതി. ഓക്കെ. ഹായ് എവരി വൺ, എൻ്റെ പേര് കാരൽ. ഓജിയുടെ കൂടെ കുറേ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് എൻ്റെ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്, AI ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഇട്ടിട്ട് എൻ്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് ദാറ്റ് യു ക്യാൻ സീ എനിത്തിങ് അബൌട്ട് എ വുമൻ ആൻഡ് ആരും ഒരു റിയാക്ട് അത് ചെയ്യില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് ദ പോലീസ്. അവർ എൻ്റെ കാര്യം 24 hours ഉള്ളിൽ തന്നെ അവരെൻ്റെ നോൺ പേയബിൾ FIR രജിസ്റ്റർ ആക്കിയിട്ട് അവർ കേസ് എടുത്തിട്ടുണ്ട്. ഇതാണ് കാരോൾ എന്ന് പറഞ്ഞുള്ള ലേഡിക്ക് പറയുന്നത്. ഇറ്റ്സ് ഗുഡ്. നിങ്ങളെതിരെ നിങ്ങൾക്കൊരു അലിഗേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് നിയമപരമായിട്ട് പോയിട്ട് അതിലൊരു നിയമത്തിൻ്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഇവിടെയുള്ള നിയമങ്ങൾ വെച്ചിട്ട് സ്ത്രീ എന്നുള്ള ഒരു നിങ്ങൾക്ക് പരിഗണന കിട്ടില്ലെന്നൊന്നും എനിക്കറിയില്ല. വേണ്ടത്തെ പോലെയല്ല. സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നുള്ള സ്കീമൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലരും മിണ്ടാതിരിക്കാറുണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മളൊക്കെ ഒരു സ്ത്രീയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിയാവും വെച്ച് നമ്മൾ ഇട്ടിട്ട് പോവാറുണ്ട്. പക്ഷേ ഒരു ഗ്രാവിറ്റിയിൽ കൂടുതലുള്ള അലിഗേഷൻസ് ഓർ ഹിയർസേസ് വന്നു കഴിഞ്ഞാൽ മേ ബി ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വരും. അപ്പോൾ അത് നിയമപരമായിട്ട് ഡീൽ ചെയ്യുക, വിച്ച് ഈസ് റിയലി ഗുഡ് വാട്ട് യു ഹാവ് ഡൺ. ഓക്കെ, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ കേസും കൂട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ കേസ് ഒരാൾക്ക് കൊടുക്കാം, കൗണ്ടർ കേസ് അപ്പുറത്തെ സൈഡിൽ നിന്നും കൊടുക്കാം. രണ്ടിലും അന്വേഷണം നടക്കും. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നിട്ട് അത് ആ വഴിക്ക് പോട്ടെ. കരോളിൻ്റെ കാര്യത്തിന് ഞാൻ അത്രേ പറയുന്നുള്ളൂ. അൺടിൽ അൺലെസ് ഇഫ് എ വിക്ടം കംസ് ഔട്ട് ആൻഡ് ടെൽസ് ലൈക്ക് ഞാൻ ഇന്ന വ്യക്തിയിലൂടെയാണ് ഇന്ന വ്യക്തിയെ കണക്റ്റ് ആയത് ആൻഡ് ആ വ്യക്തിയാണ് എന്നെ കണക്ട് ചെയ്തത് ആൻഡ് ഐ ഹാവ് സഫേർഡ് എ ലോട്ട് എന്നൊരു വിക്ടം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് ഗെയിം. ഓക്കെ, ഇനി നമുക്ക് OG എട്ടായി ആയ OG ഒന്ന് കാണാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട വേർഡ്സ് ആണത്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനോ ആരെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ആയിട്ടുള്ളൊരു പ്രസ് കോൺഫറൻസ് അല്ല. ഇതൊരു സീരിയസ് സബ്ജക്റ്റാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് എന്നെക്കുറിച്ച്, ഞാൻ ഡ്രഗ് ഡീലറാണ്, ഞാൻ ഡ്രഗ് കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് അഗൻസ്റ്റ് ഇടാറുണ്ട്. ഞാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇട്ടോട്ടെ, അവരും ജീവിക്കട്ടെ, അവരുടെ വ്യൂവേഴ്ഷിപ്പ് കൂടും, അങ്ങനെയൊക്കെയുള്ള വന്ന് ഞാൻ തീരെ റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. OG എന്നെക്കുറിച്ച് ഒരാൾ വന്നിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ട് ഫേക്ക് അലിഗേഷൻസ് നമ്മളെക്കുറിച്ച് നമ്മൾ ഡ്രഗാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ സ്ത്രീ വിഷയത്തിൽ മോശമാണെന്നൊക്കെ വന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓബിയസ്ലി അതിന് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ഒഴിവാക്കി വിടും. അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു ചാനലിലാണ് വന്നതെന്നുണ്ടെങ്കിൽ പുല്ല് എന്തിനു പിടിക്കാൻ പോകുന്നതെന്ന് ഒഴിവാക്കും. OGക്കെതിരെ വർഷങ്ങളായിട്ട് പല ആളുകൾ പല വേദികളിൽ പല മീഡിയത്തിലൂടെ ഒരേ കാര്യം പറഞ്ഞു പോയിട്ട്, ലഹരി, പെണ്ണ്, ഇതൊക്കെ പറഞ്ഞു പോയിട്ടും OG ഇത് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഫിഷി. മനസ്സിലായോ? അതന്നെ. കാരണം ഒരാൾ വന്നു, ഒരു വട്ടം പറഞ്ഞു, പോയി, ഓക്കെ, നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്തു എന്ന് പറയാം. വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെക്കുറിച്ചിട്ട് സെയിം ഗ്രാവിറ്റി ഓഫ് അലിഗേഷൻസ് പറയുമ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് ബാക്കിയുള്ളവർ ഇപ്പോൾ എന്നെക്കുറിച്ച് എന്ത് പഴപ്പുകേടും പറഞ്ഞ് ബാക്കിയുള്ള പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ആ പഴപ്പ് കെട്ടവനാണ് എന്നാണ് ഇവർ
പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷാവർഷങ്ങളിൽ. ഞാൻ റിയാക്ട് ചെയ്യാതെ ആകുമ്പോൾ കാണുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? ഇവൻ പഴച്ചവൻ. അങ്ങനെ നാട്ടുകാർ വിചാരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ജീവിക്കാം, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് ജീവിക്കാം. പക്ഷെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ, മനസ്സിലായില്ലേ? എന്നെ 10 ആൾ പറഞ്ഞ് പഴച്ചവനാക്കി, എനിക്കിപ്പോൾ അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങനെ ജീവിച്ചു. പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർക്ക് നാളെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയണ്ടേ? ഇപ്പം അതാണ് OGയുടെ കാര്യത്തിൽ. ഇപ്പോൾ OG റിയാക്ട് ചെയ്തില്ല എന്നുള്ളത് ഓക്കെ, OGൻ്റെ ഇഷ്ടമാണ് റിയാക്ട് ചെയ്യണോ വേണ്ടത്. പക്ഷെ ഇപ്പം എന്തിനു OG റിയാക്ട് ചെയ്തേ? OG എന്ന് പറഞ്ഞ ആളുടെ ഈ പിഴച്ച മുഖം എന്ന് പറഞ്ഞ് പോർട്രേറ്റ് ചെയ്ത ഇവിടുത്തെ സാധനങ്ങൾ അപ്പുറത്തുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ റിയാക്ട് ചെയ്യാമായിരുന്നെങ്കിൽ അന്നേ റിയാക്ട് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം ഇപ്പോഴും. പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ വന്നത്. നിങ്ങളെ പറഞ്ഞതിന് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല. അതെന്താണ് സുനിലോജി? നിങ്ങളെ പറഞ്ഞതിന് നിങ്ങൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല? അതിനുള്ള ബോൾസ് നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. അത് കാണിക്കണ്ടേ സുനിലോജി? അതിന് പകരം ഏട്ടായി ആയിട്ട് എൻ്റെ സ്റ്റാഫിനെ പറഞ്ഞു, ലേഡിയെ പറഞ്ഞു, അമ്മ പെങ്ങന്മാരെ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞിട്ടാണ് സുനിലോജി അവിടെ സോ കോൾഡ് പ്രസ് മീറ്റ് നടത്തിയത്. ആ ലേഡിയോട് പറഞ്ഞ, അല്ലെങ്കിൽ ആ ലേഡിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ദാറ്റ് ഡയറക്റ്റ്സ് ടു യു. നിങ്ങളെയാണത് പോയിന്റ് ചെയ്യുന്നത്, നിങ്ങളിലേക്കാണത് പോയിന്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളല്ലേ കേസ് കൊടുക്കേണ്ടവൻ. നിങ്ങൾ കേസ് കൊടുക്കാതെ നിങ്ങൾ അവരെ കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് എൻ്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീം എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തു. അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു സാഡ് സീനായിരുന്നു അത്. നിങ്ങൾ കണ്ടാണല്ലോ. അവർക്ക് വ്യൂഷിപ്പ് കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ല. അവരെന്നെ യൂട്ടിലൈസ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടെന്നൊക്കെയാണ് OG പറയുന്നത്. എനിക്കങ്ങനെ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ OGയുടെ കണ്ടൻറ്റുകൾക്ക് താല്പര്യമില്ല. അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ താല്പര്യമാണ്, അയാളുടെ ഒപ്പമുള്ളവരുടെ ഇഷ്ടമാണ്, അവരുടെ ഫ്രീഡമാണ്, അവരുടെ താല്പര്യമാണ്. പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് പറഞ്ഞത് സോ കോൾഡ് പ്രോഗ്രസീവ് സൊസൈറ്റിക്കകത്ത് ഒട്ടും പ്രോഗ്രസീവ് അല്ലാതെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഐ എം ഡ്രോപ്പിംഗ് ഇറ്റ് ദെയർ. ഒക്കെ കണ്ടൻറ്റുകൾ ഞാൻ അയാളുടെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഇയാൾ ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടിയല്ല, എഗെയിൻ ഇയാൾ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ്. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇയാളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെ അലിഗേഷൻ വന്നപ്പോൾ ഇയാൾ വന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ OGയുടെ എതിരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് OGയുടെ സ്ഥാപനത്തിൽ ഒരു വെടിവെപ്പ് നടന്ന സമയത്ത് ബൈജു കൊട്ടാരക്കാരോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹക്കീം വന്നിട്ട് OGൻ്റെ മറ്റേ ലഹരി എക്സ്പോസ് ചെയ്യുന്നു, സ്ത്രീ വിഷയം എക്സ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഐറ്റം ഇവിടെ ഉള്ള ഐറ്റമാണെന്നുള്ളത് OG റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, റിയലൈസ് ചെയ്യുന്നില്ല. ഈ OGസിനെ കുറിച്ച് വർഷങ്ങളായി ചില പരാതികൾ നിലനിൽക്കുന്നു. ആ പരാതികളെന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ലഹരിയുടെ ഹബ്ബായി മാറിയ കൊച്ചിയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ലഹരി കേസ് മാത്രമേ ഉള്ളൂ. ഈ ലഹരി ഉപയോഗിക്കുന്നതും ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്നതുമായ യുവതിയുവാക്കളെ എവിടെ തിരിഞ്ഞാലും കൊച്ചിയിൽ കാണാം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കൊച്ചിയിലെ നമ്പർ 18 എന്നു പേരുള്ള ഹോട്ടലിൽ നിന്ന് അന്ന് രാത്രിയിൽ 2 മോഡലുകളുടെ ജീവനെടുത്ത കേസ്, അവിടുന്ന് ലഹരി മാഫിയ അവരെ പിന്തുടർന്ന് എറണാകുളത്ത് തന്നെ ആ ഹൈവേയിൽ വെച്ച് അപകടമുണ്ടാകുകയും 2 പെൺകുട്ടികൾ മരിക്കുകയും ചെയ്തു. എന്നിട്ടും നമ്മുടെ നാട്ടിൽ പാഠം പഠിച്ചില്ല. ഇവിടെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ലഹരി കേസുകൾ ഉണ്ടാകുമ്പോഴും ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അന്നൊക്കെ OGസിൻ്റെ പേരുമൊക്കെ അന്ന് പുറത്തേക്ക് വന്നതാണ്. കാരണം ഒരാളെ അതിനു മുൻപ് കൊച്ചിയിൽ ബോട്ടിൽ വെച്ച് ലഹരി പാർട്ടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതാണ്. ഈ OG's കാന്താരി ബാറിൽ വെടിയുതിർത്തിട്ട് 2 യുവാക്കൾ വരുന്നു. അവരവിടെ കയറി മദ്യപിക്കുന്നു, ബില്ല് കൊടുക്കുന്നു. ബിൽ തുകയെല്ലാം കൊടുത്തതിന് ശേഷം വെടിയുതിർത്ത് ഒരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ തോക്കും സുലഭമാണല്ലോ, ആർക്ക് വേണമെങ്കിൽ ആരെയും വെടിവെക്കാം എന്നൊക്കെ പറയുന്ന ഒരു
നിയമം കൊച്ചിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വെടിവെപ്പ് നടക്കുന്നത്. പക്ഷേ ആ ബാറിലെ ജീവനക്കാർ പോലീസിനെ അറിയിച്ചത് 3 മണിക്കൂറിന് ശേഷമാണ്. ഈ 3 മണിക്കൂർ വരെ ആ ബാറിലെ ജീവനക്കാർ ഉണ്ട വിഴുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് പോലീസ് ഒന്ന് അന്വേഷിക്കണം. എന്തിനാണ് അവർ വെടിവെച്ചത്? ഗാങ് വാർ ആണോ? ഗാങ് വാർ എന്ന് പറയുന്നത് ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട പല ഗാങ്ങുകൾ അവിടെ തമ്പടിക്കാറുണ്ടെന്നും അവിടെ വന്ന് മദ്യപിച്ചിട്ട് അവരാണോ ഈ ലഹരിയുടെ പുറത്തല്ല, വെറുതെ വെടിവെച്ചതല്ല, ഒരു പേടിപ്പിക്കാൻ വേണ്ടി ചില ഡീലുകളുടെ വ്യക്തമായ ആ നടത്തിപ്പിന് വേണ്ടി ചിലരെയൊക്കെ ഒന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണോ എന്ന് ഇവിടുത്തെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും പോലീസും അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ബൈജു കൊട്ടാരക്കരയുടെ വീഡിയോ. ഹക്കീമാണെങ്കിലും ഡ്രേക്ക് ആണെങ്കിലും ഒക്കെ വീഡിയോയിൽ പറയുന്ന ലഹരിയും സ്ത്രീ വിഷയവും ഒക്കെ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മോജിക്കെതിരെ ഇവിടെ എയറിലിങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പം പറയാൻ 2 പേര് വന്നു, അവർ പറഞ്ഞിട്ട് പോയി. ഇതിനു മുമ്പ് മരട് വന്ന് മരടിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് പോയി. അന്നൊന്നും ഇത് വിഷയമല്ലാത്ത OG സുനിൽ ഇന്ന് ഇത് വിഷയമാവാൻ കാരണം OGയുടെ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ OGൻ്റെ സ്റ്റാഫായ ലേഡിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ അല്ല. OGക്ക് മനസ്സിലായി വേർ ഈസ് ദിസ് ക്രെഡിബിലിറ്റി ബിലോങ്സ് ടു. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലും അയാളുടെ സോഷ്യൽ മീഡിയ അയാൾ പോർട്രേറ്റ് ചെയ്യുന്ന അയാളുടെ ലൈഫ് ആൻഡ് ഇമേജാണ്. കുറച്ച് കാലങ്ങളായിട്ട് OG മലയാളികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഐ എം എ കൂൾ പേഴ്സൺ, ആഡിയോസ് അമീഗോസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഡാൻ ബ്രിസാനിൻ്റെ ഒരു എന്താ പറയുക കുറച്ചൊരു വണ്ണൊന്നും പോകണ്ട, ഒരു 10 B അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഞാൻ എന്നുള്ളത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാണിച്ചു കൂട്ടൽ പരിപാടിയിലൂടെയാണ് ഇയാൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിലൂടെ അയാൾ ഭയങ്കര കണ്ണിങ്ങാണ്. അയാൾ പറയുന്നു ഞാൻ ഓപ്പണായിട്ട് മദ്യപിക്കുന്നത് കാണിക്കുന്നില്ലേ, ഓപ്പണായിട്ട് ഞാൻ പാർട്ടി ചെയ്യുന്നത് കാണിക്കുന്നില്ലേ, ഓപ്പണായിട്ട് ഞാൻ സ്ത്രീകളുടെ ഒപ്പം ഇരിക്കുന്നത് കാണിക്കുന്നില്ലേ. ദാറ്റ് ഇറ്റ് സെൽഫ് ഈ ഓപ്പൺ എന്ന് പറഞ്ഞ സാധനം എന്താ? നാളെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ടല്ല എല്ലാം ചെയ്യുന്നത് കാണിക്കുന്നത്, എനിക്കെന്ത് പോയി എന്നുള്ളൊരു ചോദ്യത്തിന് മുകളിൽ നിങ്ങൾക്ക് എല്ലാം അവിടെ വാനിഷ് മോഡിലിട്ട് കളയാം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു പഠിച്ച കള്ളനാണ് നിങ്ങളെന്നുള്ളത് നിങ്ങളുടെ കണ്ടൻറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യാത്തത് നിങ്ങളെക്കുറിച്ച് വരുന്ന ഈ അലിഗേഷൻസാണ്. അത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഹക്കീമിനെയും ഡ്രേക്കിനെയും പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി പോകും. കാരണം ഇവന്മാർ എല്ലാവരും എടുത്ത് അടിച്ചുകൊണ്ട് ഇവന്മാർക്ക് കുറച്ച് ക്രെഡിബിലിറ്റി ഉണ്ട്. അതായത് ഇവന്മാർ തൊടുന്ന ആൾക്കാർ ഉടായിപ്പാ ഫ്രോഡാന്നുള്ളത് നാട്ടുകാർ വിശ്വസിച്ച് തുടങ്ങി, ഒരു മോസ്റ്റ് മെജോറിറ്റി. അപ്പോൾ അൻവിനെ ഒന്നെടുത്തിട്ട് ഇവർ കുടഞ്ഞു. അൻവിനും താനും അത്യാവശ്യം കണക്റ്റഡാണ് കുറച്ച് മാസങ്ങളായിട്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പം അൻവിനെ കുടഞ്ഞ അൻവിനൊരു കൊട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താൻ ഇറങ്ങി. ഈ ബൈജു കൊട്ടാരക്കരയോ അല്ലെങ്കിൽ മരടനീഷോ പറഞ്ഞത് തന്നെ AC ഇരുന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞത് തന്നെ AC തുടങ്ങി, തനിക്കത് കൊണ്ടു തുടങ്ങി. അത് താൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിനെ ബാധിച്ചു, എൻ്റെ ഫാമിലിയെ ബാധിച്ചു. എന്നാൽ അപ്പുറം സൈഡ് പോയിട്ട് പറയും അന്യനാടേ, അന്യൻ അമ്പിയറമ്മോ. ആദ്യം പറയില്ല എന്നെ ബാധിച്ചിട്ടില്ല, പിന്നെ പറയും എന്നെ ബാധിച്ചു. ഞങ്ങൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും എൻ്റെ എംപ്ലോയി അത് കംപ്ലൈൻറ്റ് ചെയ്യും. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നോൺ ബെയിലബിൾ ഓഫൻസാണിത്. സെൻട്രൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം, ഹക്കീമിനെതിരെ നോൺ ബെയിലബിൾ. ഓക്കെ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നോൺ ബെയിലബിൾ ഓഫൻസ്. അത് നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എപ്പോൾ ചെക്ക് ചെയ്താലോ കമ്മീഷണർ അടുത്ത് ചോദിച്ചാലോ അറിയാം. അത് FIR ഫയൽ ചെയ്ത് FIRൻ്റെ കോപ്പി എൻ്റെ കയ്യിലുള്ള. ഇതായിരുന്നു ഒരു ബോംബ്. അടുത്തത് മിസൈൽ ഞാൻ ഡൽഹിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് അടുത്ത ആൾക്ക്. അത് ഞാൻ പതുക്കെ ആക്കാം, മിസൈലല്ലേ വരും. തൻ്റെ പേരെന്താ? ഞാൻ പേര് പറഞ്ഞു, ജെറീന. തൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് താൻ എങ്ങനെ റിയാക്ട് ചെയ്യും? തൻ്റെ വീട്ടുകാരെങ്ങനെ? തനിക്ക് ബ്രദർ ഉണ്ടെങ്കിൽ തൻ്റെ ബ്രദർ എങ്ങനെ റിയാക്ട് ചെയ്യും? ലീഗലി പോവും അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞ്? നമ്മൾ ലീഗലി മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ തൻ്റെ ആൻസർ കൊള്ളാം. വേറെ ചൊരുക്കുള്ള പിള്ളേരുണ്ടെങ്കിലുണ്ടല്ല, ലീഗലി മാത്രമല്ല വേറെ പലത്തിലും പോവും. അതാ സ്വന്തം പെങ്ങളെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സംശയമില്ല. OG സ്വന്തം പെങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചൊരുക്കുള്ള ആണുങ്ങൾ വേറെ പോവും. പിന്നെ നോൺ ബെയിലബിൾ എടുത്ത് പൊക്കി കാണിക്കുന്നു. നിയമമൊക്കെ എല്ലാവർക്കും അറിയുന്ന പരിപാടിയാണ്.
പുതിയതായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ പയ്യന്മാർക്ക്. തന്നെയൊക്കെ നന്നായിട്ട് നിയമമൊക്കെ അറിയാം. അതുപോട്ടെ, ഈ ജെറീനേനെ വിളിച്ചിട്ട് ജെറീനേനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജെറീന കൃത്യമായി മറുപടി കൊടുത്തു. എനിക്കെതിരാണ് ഒരു അലിഗേഷൻ വന്നിരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകും. എന്താ പറയുക, ഒരു ഇൻഡയറക്റ്റ് ത്രെട്ടാണ്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് അറിയാൻ തട്ടാൻ അല്ലെങ്കിൽ നമ്മളൊരു കയ്യൂക്കിന് ആൾക്കാരുണ്ട്, ഒരു ഇൻഡയറക്റ്റ് സാധനം. അതാണ് അവിടെ ആ സെറ്റിങ്, അതാണ്. മനസ്സിലായോ? കൂട്ടത്തിൽ ഓക്കെ ഒരു ലേഡി ഉണ്ട്, അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പം വാട്ട് സുനിൽ ഓജി ഈസ് എക്സ്പെക്ടിങ്? ജെറീന എണീച്ച് നിന്നിട്ട് പറയും, എന്നെ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, ഏട്ടന്മാരുണ്ട്, അടിയും. ഇതാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ജെറീനയ്ക്ക് പക്ഷേ അത് ക്ലിയറായിട്ട് എങ്ങനെ എന്ത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ജെറീനെ പേഴ്സണലായിട്ട് അറിയാം. ജെറീന കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്തു, നിയമപരമായിട്ട് പോകും. പെട്ടു സുനിൽ. പിന്നെ സുനിൽ എങ്ങനെയും പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ സുനിൽ വിചാരിച്ച പോയിന്റിലേക്ക് സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഡയലോഗ് അടിച്ചത്. ഒരു ഫീമെയിലിനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓരോ കാര്യങ്ങൾ അടിച്ചിട്ട് നമുക്കൊരു ലീഗൽ സിസ്റ്റം ഉണ്ട്. സോഷ്യൽ മീഡിയ ഇസ് നോട്ട് കോടതി. നമുക്ക് പോലീസുണ്ട്, ഇതുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് കംപ്ലൈൻറ്റ് ടു ദ പോലീസ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോലീസുണ്ട് ഇവിടെ. ലെറ്റ് ദം ടേക്ക് ഓവർ. അത് നിങ്ങളല്ല ഒരാളെ കുറിച്ച് പബ്ലിക്കായിട്ട് ഇടണേ. എനിക്ക് ഡാമേജ് വരാത്ത കാരണം കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സിന് എന്നെ അറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, എൻ്റെ പിള്ളേർക്ക് അറിയാം. നിർത്തിച്ചിരിക്കും. ആരുടെ എതിരാണെങ്കിലും, ഏത് ഗേൾസിൻ്റെ എതിരാണെങ്കിലും, അത് ആർക്ക് വേണ്ടിയില്ല, ഞാൻ തന്നെ അതിൻ്റെ ബാക്കിലുണ്ടാവും. അതിനകത്ത് എൻ്റെ സ്റ്റാഫ് എന്നുള്ളതല്ല. ഇനി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു ഗേളിനെ കുറിച്ച് അനാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, യെസ്, ദേ ക്യാൻ കോൾ മീ. ഐ വിൽ ബി സപ്പോർട്ട് ദം ഫോർ ഷുവർ. സപ്പോർട്ട് കിട്ടും. അന്തോ ആദ്യം ബോധവും പൊക്കണോ ഇല്ലാത്ത ഒരുത്തൻ ഇവൻ്റെ വാക്കും കേട്ടിട്ട് നാളെ സപ്പോർട്ടിന് വേണ്ടി പോയി ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇവൻ ഇപ്പം പറഞ്ഞൊന്നും നാളെ ഓർമ്മ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മക്കളെ. വെറുതെ സ്ത്രീകൾ ഇവൻ്റെ വാക്കും കേട്ടിട്ട് അയ്യോ ഏട്ടായി ഞങ്ങളെ സഹായിക്കുന്നു പറഞ്ഞൊന്നും പോകാൻ നിൽക്കണ്ട. 1-2 കേസൊക്കെ ചിലപ്പോൾ ഇടപെടാൻ വേണ്ടി കാശ് എടുത്ത് തന്നാൽ തരും. അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗലി ആരെങ്കിലും ലൈക്ക് അഡ്വക്കേറ്റ്സിനെയൊക്കെ ഒപ്പിച്ച് തന്നാൽ തരും. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കും സ്വന്തം കാര്യത്തിൽ തന്നെ നിയമപരമായിട്ട് കേസിന് പോകാൻ പറ്റാത്ത ഒരുത്തനാണ് ഇനി അപ്പുറത്ത് പോയിട്ട് ഭയങ്കര ഏട്ടായി കളിച്ചിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ അങ്ങനെയൊക്കെ തനിക്ക് നല്ല മനസ്സും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം താല്പര്യമുള്ള ഒരാളാണ്, സൊസൈറ്റിയിൽ നടക്കുന്ന റോങ് തിങ്സൊക്കെ പ്രതികരിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ ആദ്യം സ്വയം താനൊരു കാര്യം ചെയ്യും. അച്ഛൻ മരിച്ചതിന് ശേഷം അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് അത്യാവശ്യം ഒരു കുറച്ച് സമയത്തിന് എല്ലാവരുടെ മുന്നിലും ഓക്കെ ആയിട്ട് പോയൊരു മനുഷ്യനുണ്ടായിരുന്നു, ഷൈൻ ടോം ചാക്കോ. എന്ന് തൻ്റെ ഇപ്പോൾ ഒരു റീല് കണ്ടു തുടങ്ങിയോ അതിനുശേഷം അയാൾ കാണിച്ചു കൂട്ടിക്കുന്ന പരിപാടികളൊക്കെ വേറെ സാധനങ്ങളാണ്. അതായത് പഴയതിനേക്കാൾ മോശമായ രീതിക്കാണ് ആ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് സുനിൽ ഓജി, മനസ്സിലായോ? കാരണം അവരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ആ തൻ്റെ ഒപ്പമുള്ള റീല് കണ്ടത് മുതൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഒപ്പം കൂടി അന്ന് മുതൽ പലരും ഇട്ടിട്ട് പോയതാണ് അവരെ, മനസ്സിലായില്ലേ? ഇനിയില്ല, കാരണം പഴയതിനേക്കാൾ മോശമായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായപ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോയി. അതിനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയല്ലോ. അതുകൊണ്ട് തനിക്ക് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ അഭിനയിക്കാൻ വിട്, മനസ്സിലായില്ലേ? വളം വെച്ച് കൊടുക്കരുത്. അയാളൊന്ന് നന്നായതായിരുന്നു, പിന്നെയും തള്ളി താഴെ ഇടരുത് അയാളെ. ജോൺസൺ എന്നൊരു ഇൻഫ്ലുവൻസർ നമ്പർ 8 ഹോട്ടലിൽ നടന്ന സംഭവത്തെ കുറിച്ച് അന്വേഷിക്കട്ടുള്ളൂ. അവര് പോലീസിന്റെ അടുത്ത് പറയേ, ഞാൻ നമ്പർ 8 ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ അടുത്ത് പറ. അത്രേ ഉള്ളൂ. ഹു കേഴ്സ്? ചുമ്മാ മരുടെ അനീഷ് അയാൾ ഗുണ്ട, അയാൾ അയാളുടെ പണി ചെയ്യട്ടെ. അതിനെന്തിനെ പുറകെ പോണേ? ഡിഫമേഷനൊക്കെ വരുന്നുണ്ട്, മിസൈല് വലുത് വരുന്നുണ്ട്. ഓജി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാള്. സംശയം എന്താ, ഞാൻ ലൈഫ് സ്റ്റൈലിൽ തന്നെ ജീവിക്കണം. കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാളെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന എല്ലാം അങ്ങനെ ജീവിക്കുന്ന തെറ്റൊന്നുമില്ല, അവരവരുടെ ഇഷ്ടമാണ്, അവരുടെ ലൈഫാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ പോലും പലരും താങ്കളൊരു ഡ്രഗ് മാഫിയ നടത്തുന്നുണ്ട്, കൊച്ചിയിലുള്ള ഗേൾസിനെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു അണ്ടർവേൾഡ് ആണ്. എനിക്കെന്താ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവാ? ഞാൻ എന്താ പറയണേ? എടോ, ഞാൻ എൻ്റെ പാർട്ടിയൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്, ബാക്കി എല്ലാവരെയും മാതിരിയല്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ ഞാൻ ഡ്രിങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. ഐ എം വെരി വെരി ഓപ്പൺ. എൻ്റെ ഇവിടെ പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ തറവാടിനെ കുറിച്ച് ഒരുത്തൻ എഴുതിയേക്കണതാണ്. എന്തും അത് എൻ്റെ അമ്മയുടെ 175 കൊല്ലം പഴക്കമുള്ള തറവാടാണ്. അവിടെ എൻ്റെ പനങ്ങാട് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പനങ്ങാടുകാർ അവനെ നല്ല കാര്യം
സോ ജസ്റ്റ് ഇമാജിൻ, അത് ഞങ്ങളുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യണമല്ലേ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ന്യൂഡ് ബീച്ചിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? 1977 or 78. നിങ്ങൾക്കൊന്നും അറിയാൻ പോലുമില്ല ഗോവയിൽ ന്യൂഡ് ബീച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ നോക്കുമ്പം ഐ ഡോണ്ട് നോ, ആൾക്കാരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര പൊല്യൂട്ടഡ് ആവാൻ തുടങ്ങി. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. എനിക്കറിയില്ല. അല്ല, എവിടത്തെ ആരാന്ന് പോലും അറിയുന്നത്, ആരാന്ന് പോലും അറിയില്ല. ആയിക്കോട്ടെ, അൺവിൻ ഫേക്ക് ആണ് എന്നുള്ള എന്റെ പ്രശ്നമല്ല. എന്റെ സുഹൃത്ത് 3 മാസത്തിലുള്ള സുഹൃത്താണ്. ഞാനൊരു കാര്യം ചോട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളെ കണ്ടു. നിങ്ങൾ നാളെ വന്ന് നമ്മളായിട്ട് ഇഫ് യു ആർ ഗുഡ് ടു മീ ഐ ആം ഗുഡ് ടു യു, then you are my friend. ഞാൻ എന്റെ ഫ്രണ്ടിനെയോ എന്റെ സ്റ്റാഫ്, അത് ഫീമെയിൽ സ്റ്റാഫ്, അങ്ങനെ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അൺവിന് I don't react. That is his problem. I don't. No. എനിക്കറിയില്ല, പുള്ളിയോട് ചോദിക്കും. എന്നെ ഇവിടുത്തെ എല്ലാവരും അറിയും, എല്ലാ വലിയ ഗുണ്ടകളും എല്ലാവരും എന്നെ അറിയും. ഓക്കെ, മരട് അനീഷ് എന്നെ അറിയാം. അതെന്താ റീസൺ? I don't know. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹക്കീം എന്ത് കാര്യം വെച്ചിട്ടാ ഈ ഫോട്ടോ ഇട്ടേക്കണേ? ഒന്ന് പറഞ്ഞു തരുമോ? പറയോ? Correct. What you said is right. I fully agree with you. എടോ, എനിക്ക് അതിനുള്ള സമയമില്ലടോ. ഞാൻ കോടതിയിൽ പോകണം. എനിക്ക് ഐ എം ടോട്ടലി ബിസി. ഞാൻ 10-12 വേർട്ടിക്കലിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. 10-12 വേർട്ടിക്കലിൽ ബിസിനസ് ചെയ്യണ ഓജി ഇനി ആൾക്കാരെ ലീഗലി ഹെൽപ്പ് ചെയ്യാൻ പോയി നിൽക്കൂ. എനിക്ക് അതിനുള്ള സമയമില്ല. താൻ തന്നെ പറയും, തന്നെ സ്വന്തം കാര്യം നോക്കാനുള്ള സമയമില്ല. പോട്ടെ, താൻ ഇതിനകത്ത് കണ്ടമാനം പ്രാവശ്യം പറഞ്ഞ് പോലീസ് കേസ്, പോലീസ് 8 കൊല്ലം ഇവിടെ പോലീസ് ഇട്ട് ഉരുട്ടിയ ഒരു കേസ് ഇല്ലാതാക്കിയൊക്കെ നമ്മൾ കണ്ടതാണ്. മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളുടെ മുന്നിലൊക്കെ ഈ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവങ്ങൾ അത് വിട്ടേക്ക്, മനസ്സിലായോ? പിന്നെ അൻവിൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ദിവസം റീലും ഇട്ട് വ്ളോഗും ഇട്ട് അടിയും ചക്കരി ഈച്ചയും തീട്ടമായിട്ട് നടന്നിട്ട് നൈസായിട്ട് ഈ പത്രസമ്മേളനത്തിൽ അൻവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ അയാളാണ് തെണ്ടി. ഇത്രയാണ് ഇത്. എനിക്ക് അവൻ ആരാധക പോലെ അറിയില്ല, എനിക്ക് അവൻ്റെ വീട് അറിയില്ല, ഒരു നാടൊന്നും അറിയാൻ പാടില്ല. അത് എൻ്റെ ആളിയാ. ഒന്നാമത്തെ കാര്യം, സുനിലോജി ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ പുറത്തേക്ക് ഇങ്ങനെ പ്രസ് മീറ്റായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് അപ്പുറത്ത് അൻവിൻ ഡ്രേക്ക് പറഞ്ഞ ക്ലെയിമുകൾക്ക് അവൻ്റെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് വി ഓൾ ഗെറ്റ് ടു നോ ലൈക്ക് അതൊരു സെറ്റിംഗ് ആണ്. ഒരു സൈഡിൽ ഓജി റിപ്ലൈ കൊടുക്കുന്നു ഹക്കീമിന്, ഒരു സൈഡിൽ ആനന്ദുവിന് മറ്റേ അൻവിൻ റിപ്ലൈ കൊടുക്കുന്നു. നമ്മൾ വണ്ടന്മാരാണല്ലോ, നമ്മൾ കാണുന്നു, നമ്മൾ പൊട്ടന്മാരാണല്ലോ. പിന്നെ മരടിന് താൻ എന്ത് ഒരു ഗുണ്ട ആയതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കില്ല. പല ഗുണ്ടകൾക്കും എന്നെ അറിയാം. താൻ അവിടുത്തെ കോമരാണല്ലോ കൊച്ചിയിലെ, താൻ തുള്ളും. ആ തുള്ളുന്ന നമ്മൾ കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള സെറ്റപ്പ് അല്ലേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ അതും കൂടി വെക്കാം, മരട് പറഞ്ഞും കൂടി വെക്കാം. കേരളത്തിൽ വല്ലാതെ ഡ്രഗ് പെരുകുന്നു. കേരളത്തിലല്ലേ? കേരളമല്ലേ ഇപ്പൊ ഹബ്ബ്? ഇന്ത്യയിലെ കേരളമാണോ ഹബ്ബ്? പഞ്ചാബായിരുന്നു. പഞ്ചാബ് ഇപ്പൊ ഇതായില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ സാധനം സെയിൽ ചെയ്യണേ ഇവിടുത്തെ ആൾക്കാർക്കല്ലേ മൊത്തം ഇത്. ഇവിടെ കുറേ ആൾക്കാർ ഈ സാധനം അടിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കണേണ്. അവർക്ക് സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം മാത്രമായി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു പ്രധാന പർട്ടിക്കുലർ ഗ്യാങ് ഉണ്ടോ ഇങ്ങനെ ഇത് കേരളത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിൽ? കേരളത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന അതായത് ഏരിയകളിലെ പല ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അത് പല രീതിയിലുള്ള ആളുകൾ. ഇപ്പോൾ ഗുണ്ടകൾ തന്നെ ആവണമെന്നില്ല, ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്തതിൻ്റെ പുറകെ ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും. എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടകളുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും രാഷ്ട്രീയക്കാരാൽ കൺട്രോൾഡ് ആണ്. ഇപ്പം ഇവിടെ ഓജി കാന്താരി എന്ന് പറഞ്ഞൊരു ബാർ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഓണർ അറിയോ? ഓജി സുനിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റീലിലൊക്കെ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര താരമാണ്. അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിമ്പാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ആരെങ്കിലും അവൻ്റെ പുറകെ പോകുമോ? പോലീസുകാർ അവൻ്റെ ഷോപ്പിൽ കയറുന്നില്ല, അവൻ്റെ ബാറിൽ കയറുന്നില്ല, അവിടെ എന്താ വിൽപ്പനയില്ലേ? അപ്പോൾ അവൻ്റെ തറവാടെന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട്. അവിടെ ആഫ്റ്റർ പാർട്ടി നടത്തുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ
കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ, ഒ ജെ സുനിൽ. അപ്പോൾ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണല്ലേ. അവന് കുറെ പെമ്പിള്ളേരെ പിടിക്കണം, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പെമ്പിള്ളേരൊക്കെ എന്തിനാണ് കൂടെ വന്നെ? എന്താ ഇവിടെ വേറെ ആൾക്കാരില്ലേ? നിങ്ങളിവിടെ വന്നില്ല പെമ്പിള്ളേര്? നിങ്ങളിവിടെ പബ്ബി പോകണല്ലേ? ഞാൻ പബ്ബി പോണ ആളാണല്ലോ. ഇവിടെ പബ്ബി പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ കൂടെ 5-6 പെമ്പിള്ളേരുണ്ടാവും. എന്തുകൊണ്ട് 5-6 പെമ്പിള്ളേർ ഈ പ്രായമുള്ള കിളവൻ്റെ കൂടെ 5-6 പെമ്പിള്ളേർ പോകണം എന്തിനാ? പൈസ, ഡ്രഗ് അല്ലേ? അവൻ ഇവിടെ പലർക്കും കൂട്ടി കൊടുത്താൽ അവൻ ബിസിനസ് ചെയ്യും, അതിലൊരു വീതം ഇവർക്ക് കൊടുക്കും, അത്ര തന്നെ. അപ്പോൾ അതുപോലും ഇവിടെ ഉള്ള പോലീസുകാർക്ക് നിയന്ത്രിക്കാനോ അവരെ വിളിപ്പിക്കാനോ പിടിക്കാനും കഴിവില്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി അതിനും മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട്. ഇതിലും കൂടുതലൊന്നും ഹക്കീമോ അനന്തോ പറഞ്ഞിട്ടില്ല. മരട് പറഞ്ഞ് പച്ചയ്ക്കാണ് മരട് പറഞ്ഞിട്ട് പോയത്. ഇതിൽ വരെ ഒരു ഡിഫമേഷനോ മരട് ഒരു ഗുണ്ടയല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തിനായിരുന്നു റിപ്ലൈ കൊടുക്കേണ്ടതെന്നാണ് സുനിൽ ഓജിയുടെ തിരിച്ചുള്ള റിപ്ലൈ പ്രസ്സുകാർ ചോദിച്ച സമയത്ത്. ഇല്ല സുനിൽ അണ്ണാ അടുത്തോട്ടെ. എൻ്റെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു, എം കെ ദാമോദരൻ സാറ്. എം കെ ദാമോദരൻ സാർ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഒരു പട്ടി സോണിയാഗാന്ധിയെ കടിച്ച അത് ന്യൂസാണ്, അതൊരു സാധാരണക്കാരനെ കടിച്ച അത് ന്യൂസല്ല, അതിന് കുറേ വെയിറ്റ് ഉണ്ട്. എം കെ ദാമോദരൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സഖാവിനെ പിണറായി എന്ന് വിളിക്കാൻ കേപ്പബിൾ ഉള്ള ഒരു അഡ്വക്കേറ്റ് ജനറലായിരുന്നു. അതാണ്. സോ ഞാൻ ഇതാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. ഐ നെവർ ബോദർ. എന്താണെങ്കിലും സുനിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു കമ്പാരിസണിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന്, സോണിയാഗാന്ധിയെ പോലെ ഉള്ളൊരു വ്യക്തി, ഓക്കെ, അവരൊരു പട്ടി കടിക്ക് നിന്ന് കൊടുക്കില്ല, ഒരു പട്ടിക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോണിയാഗാന്ധിയെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഇവൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്രെഡിബിൾ ഫെയിം ഫിഗർ എന്നാണ്. അതായത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു മാസീവ് ഫിഗർ. അങ്ങനത്തെ ഒരു ഫിഗേഴ്സ് ഒന്നും നിന്ന് കൊടുക്കാറില്ല ഒരു പട്ടികടി കിട്ടാൻ വേണ്ടിയിട്ട്. നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ പട്ടി വന്ന് കടിക്കേണ്ട ഒരു അവസ്ഥയോ വരുന്നത് അങ്ങനത്തെ ഒരു ഫിഗർ ആണെങ്കിലും പിഴപ്പേട് കാണിക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അതൊന്ന്. പിഴപ്പേട് കാണിച്ചാൽ വന്ന് കടിക്കുന്ന പട്ടി താൻ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പരി റോട്ടിൽ കൂടി പോകുന്ന ഡോഗായിരിക്കില്ല. മനസ്സിലായോ? ഒന്ന് കടിക്കാൻ പോകുന്നത് വല്ല ബെൽജിയം മൽനോയ്സോ ജർമ്മൻ ഷെപ്പേർഡോ നല്ല പോലീസ് നായയുടെ ഇനത്തിൽപ്പെട്ട വല്ല ഐറ്റം ആയിരിക്കും വന്ന് കടിക്കാൻ പോകുന്നത്. ആ കടി നല്ല കടിയായിരിക്കും. അപ്പം ഞാൻ മറ്റേ സോണിയാഗാന്ധിയെ പോലെ വലിയ ആളാണ്, ഞാൻ ഒരു സൂപ്പർ താരമാണ്, എന്നെ കടിച്ചിട്ട് നീ അങ്ങോട്ട് വലുതാവടാന്നൊന്നും പറയണ്ട, അത് ഓൾറെഡി വലുതാണ് ആ നായ. മനസ്സിലായോ? അങ്ങനെ കടിക്കുന്ന നായക്കൊക്കെ അവരുടേതായിട്ടുള്ള കൂടും അവരുടേതായിട്ടുള്ള ഗ്യാങ്ങും അവരുടേതായിട്ടുള്ള ചുറ്റുപാടും അവരുടേതായിട്ടുള്ള പവറും കാണും, ബൈറ്റ് ഫോഴ്സ്. അങ്ങനത്തെ നായ്ക്കൾ കടിക്കുമ്പോൾ അതിന് മരുന്ന് വെക്കേണ്ടി വരും, ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ആരും സുനിലോജിയുടെ സിനിമ പൊട്ടിയതും അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ലല്ലോ. ഒന്നും ആരും സംസാരിക്കുന്നില്ല. മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും എപ്പോഴും പറയുന്ന സുനിലോജിൻ്റെ കേസുകൾ സ്ത്രീ വിഷയവും ലഹരി വിഷയമാണ്. സുനിലോജിക്ക് എന്നെ അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി പോവുകയാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഇയാൾക്ക് ഇതിനൊന്നും ഉത്തരം പറയാനില്ല, അല്ലെങ്കിൽ ഉത്തരം പറയാനുണ്ടെങ്കിലും ഞാൻ ഉത്തരം പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും എന്നുള്ളൊരു തോട്ട് അയാളുടെ മനസ്സിൽ അയാൾക്ക് സ്വയം ഉള്ളതുകൊണ്ട് അയാളതൊന്നും പറയാൻ വരൂല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഓക്കെ, ഇനി അൻവിൻ ഇതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രേക്കിന്. ഓക്കെ, അത് ഡ്രേക്ക് അൻവിൻ്റെ ഫുൾ പോർഷൻസ് ഇട്ടതിന് ശേഷം അൻവിൻ്റെ റിപ്ലൈ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നില്ല. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ ഡ്രേക്ക് എന്തൊക്കെയോ തേർഡ് പാർട്ട് വരാനുണ്ടല്ലോ, അതിന് മുന്നേ അൻവിൻ ഇതുവരെ പറഞ്ഞതിനൊക്കെ കൊടുത്തതാണ്. എന്താണെങ്കിലും നോക്കാം, അത് വേറൊരു പോർഷനായിട്ട് ചെയ്യാം. എന്താണെങ്കിലും സുനിൽ ഓജി ഒറിജിനൽ OG